91ാമത് ജനറൽ കൺവെൻഷനിൽ ദൈവത്തിൻ്റെ നാമത്തെ ഒരുമിച്ച് ഉയർത്തുവാൻ തിരുവചനവുമായി നിങ്ങളുടെ മുൻപിൽ നിൽക്കുവാൻ എന്നെ പ്രാപ്തനാക്കുന്ന സർവശക്തനായ ദൈവത്തിന് ഈ സന്ധ്യയിൽ ഞാൻ സകല മഹത്വം അർപ്പിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ദൈവസഭയ്ക്ക് ശക്തമായ ആത്മീയ നേതൃത്വം കൊടുത്ത് നമ്മെ നയിക്കുന്ന കർത്താവിൻ്റെ വലിയ ദാസൻ സ്റ്റേറ്റ് ഓവർസിയർ പി ജെ ജെയിംസ് അവറുകൾ, അസിസ്റ്റന്റ് ഓവർസിയർ പാസ്റ്റർ പി ജി മാത്യൂസ് അവറുകൾ, കൗൺസിൽ സെക്രട്ടറി പാസ്റ്റർ തോമസ് പുളിവേലിൽ, വിവിധ ഡിപ്പാർട്ട്മെന്റുകൾക്ക് ശക്തമായ നേതൃത്വം കൊടുക്കുന്ന അനുഗ്രഹീതരായ ദൈവത്തിൻ്റെ ദാസന്മാർ, വിശിഷ്ട അതിഥികളായി ഇന്ന് സന്ധ്യയിൽ ഈ സ്റ്റേജിലായിരിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാർ, എനിക്ക് പിന്നാലെ ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്ന ക്രിസ്തുവിൽ പ്രസിദ്ധനായ കാനമച്ചൻ അവറുകൾ, ഡിസ്ട്രിക്ട് തലത്തിൽ ലോക്കൽ തലത്തിൽ കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി, ദൈവസഭയുടെ അഭിവൃദ്ധിക്കായി, ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്കായി കഠിനാധ്വാനം ചെയ്യുന്ന കർത്താവിൻ്റെ വലിയ ദാസന്മാർ, അവരുടെ കുടുംബങ്ങൾ, ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കും സഹോദരി സഹോദരന്മാർക്കും കുഞ്ഞുങ്ങൾക്കും കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഈ രാത്രി ഞാൻ വന്ദനം പറയുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരാഴ്ചവട്ടമാണ് നാം ഒരുമിച്ച് ദൈവസന്നിധിയിൽ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവം തൻ്റെ മഹത്വവും തൻ്റെ ശക്തിയും ഈ ദിവസങ്ങളിൽ തൻ്റെ സാന്നിധ്യത്താലും വചനത്താലും നമ്മുടെ നടുവിലും നമ്മുടെ മേലും അയച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി ഇന്ന് രാത്രി ഞാൻ കർത്താവിനെ വാഴ്ത്തുകയാണ്. ഈ സമാപന രാത്രിയിലും ശക്തനായവൻ നമ്മുടെ നടുവിലുണ്ടെന്ന് വിശ്വാസമുള്ള എത്ര ദൈവമക്കളുണ്ട്? നമുക്കൊരുമിച്ച് നമ്മുടെ കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വേദശാസ്ത്രപരമായും പ്രായോഗികമായും അതോടൊപ്പം തന്നെ ആനുകാലികമായും വളരെ പ്രസക്തമായ ഒരു വിഷയമാണ് ഈ പ്രാവശ്യത്തെ കൺവെൻഷന്റെ ചിന്താ വിഷയമായി ദൈവത്തിന്റെ ദാസന്മാർ തിരഞ്ഞെടുക്കുവാനിടയായി തീർന്നത്. അഭിഷക്തന്മാരായ ദൈവത്തിന്റെ ദാസന്മാർ കഴിഞ്ഞ ദിവസങ്ങളിൽ പകലും രാത്രിയും വളരെ ശക്തമായി ആത്മാവിന്റെ നിറവോടെ ഈ വിഷയത്തെ ആസ്പദമാക്കി തിരുവചനത്തിൽ നിന്ന് നമ്മോട് സംസാരിച്ചു കൊണ്ടിരുന്നു. നമ്മെ ഓരോരുത്തരെയും സഭയെ ആകമാനമായും ഈ ദിവസങ്ങളിൽ ദൈവം വലിയ ഒരു ശുദ്ധീകരണത്തിന്റെ മണ്ഡലത്തിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓർത്ത് ഈ രാത്രി ഞാൻ എൻ്റെ കർത്താവിനെ വാഴ്ത്തുകയാണ്. ഒരു ശുദ്ധീകരണം നമുക്കുണ്ടായാൽ അതിനെ പിന്തുടരുന്ന ഒരു വലിയ ശക്തീകരണവും ഒരു വലിയ ദൈവ പ്രവൃത്തിയും നമുക്ക് അനുഭവിച്ചറിയുവാനായിട്ട് ഇടയായി തീരും എന്നുള്ളത് ഓർത്ത് ഇന്ന് രാത്രി ഞാൻ എൻ്റെ കർത്താവിനെ വാഴ്ത്തുന്നു. നമ്മുടെ വിഷയത്തെ തന്നെ ആസ്പദമാക്കി ഈ രാത്രി ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന വേദചിന്തകളിലേക്ക് ദൈവകൃപയിൽ ആശ്രയിച്ച് ഞാൻ പ്രവേശിക്കുകയാണ്. നമ്മുടെ വിശുദ്ധിയുടെ 3 തലങ്ങളെ കുറിച്ചും ശുദ്ധീകരണത്തിന്റെ ചില പ്രത്യേകതകളെ കുറിച്ചും അതോടൊപ്പം ശുദ്ധീകരണത്തിന്റെ അല്ലെങ്കിൽ വിശുദ്ധിയുടെ ആവശ്യകതയെക്കുറിച്ചും അല്പമായി ചില കാര്യങ്ങൾ ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ പ്രസ്താവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധി എന്നുള്ള പദത്തിന്റെ മൂലപദ അർത്ഥങ്ങൾ നാം അന്വേഷിച്ച് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് സാമാന്യമായതോ അശുദ്ധമായതോ ആയ ഒരു അവസ്ഥയിൽ നിന്ന് ഒരു വസ്തുവിനെയോ ഒരു വ്യക്തിയെയോ ദൈവിക ഉദ്ദേശത്തിനായി വേർതിരിക്കുന്ന അനുഭവത്തിനാണ് വിശുദ്ധീകരണം എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ: സാമാന്യമായതിൽ നിന്ന് അശുദ്ധമായതിൽ നിന്ന് വേർപെടുകയും വിശുദ്ധമായതിനു വേണ്ടി സമർപ്പിക്കപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇന്ന് രാത്രി ദൈവസന്നിധിയിലായിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അഭിമാനം എന്ന് പറയുന്നത്, നമ്മുടെ അനുഗ്രഹം എന്ന് പറയുന്നത് അശുദ്ധമായതിനോട് വേർപാട് പാലിച്ച് വിശുദ്ധമായതിനു വേണ്ടി വിശുദ്ധനായവന് വേണ്ടി സമർപ്പിക്കപ്പെടുവാൻ ദൈവം നമുക്ക് നൽകിയ ഭാഗ്യ പദവി എത്ര വലിയതാണ് ദൈവമക്കളെ. ദൈവത്തിന്റെ വിശുദ്ധന്മാർ എന്നറിയപ്പെടുന്നതിനേക്കാൾ
വലിയ ഒരു ഭാഗ്യം നമ്മെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇത്ര ശ്രേഷ്ഠകരമായ പദവി നമുക്ക് നൽകിയ നല്ല ദൈവത്തിന് ഇന്ന് രാത്രി നന്ദിയോട് സ്തോത്രം ചെയ്യുവാൻ നമുക്കിടയായി തീരട്ടെ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ വിശുദ്ധീകരണത്തിന്റെ 3 തലങ്ങളെ കുറിച്ച് വേദശാസ്ത്രജ്ഞന്മാർ നമ്മോട് സംസാരിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധീകരണം എവിടെ തുടങ്ങി, എങ്ങനെ തുടങ്ങി എന്നൊക്കെ ചിന്തിക്കുമ്പോൾ പലപ്പോഴും നാം വിചാരിക്കുന്നത്, നാം ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ടപ്പോൾ, രക്ഷിക്കപ്പെട്ടപ്പോൾ, സ്നാനപ്പെട്ടപ്പോൾ, ദൈവകൽപ്പന ഏറ്റെടുത്തപ്പോഴൊക്കെ നമ്മുടെ ശുദ്ധീകരണ പ്രക്രിയ ആരംഭിച്ചു എന്നാണ്. എന്നാൽ ദൈവത്തിന്റെ വചനം ആഴമായി പഠിക്കുമ്പോൾ വേദശാസ്ത്രങ്ങളുടെ അഭിപ്രായത്തിൽ നമ്മുടെ ശുദ്ധീകരണം ആരംഭിക്കുന്നത് വളരെ വളരെ പിന്നിലാണ്. നമ്മുടെ വിശുദ്ധീകരണത്തിന്റെ ആദ്യ പടിയെക്കുറിച്ച് വേദശാസ്ത്രജ്ഞന്മാർ പറയുന്നത്, ഒന്നാമത്തേത് ദ പ്രിപ്പറേറ്ററി സാങ്ക്ടിഫിക്കേഷൻ, ഒരു ഒരുക്കത്തിന്റെ തിരഞ്ഞെടുപ്പിന്റെ മണ്ഡലം. നമ്മുടെ വിശുദ്ധീകരണത്തോടുള്ള ബന്ധത്തിൽ തിരുവചനം നമ്മോട് സംസാരിക്കുന്നുണ്ട്. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുവല്ലോ, നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് ലോകസ്ഥാപനത്തിന് മുമ്പേ അവനിൽ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. ഇന്ന് രാത്രി ദൈവമക്കൾ മനസ്സിലാക്കണം, വിശുദ്ധരായി ഈ പന്തലിന്റെ തണലിലിരുന്നു കൊണ്ട് അത്യുന്നതന്റെ നാമത്തെ നാം ആരാധിക്കുമ്പോൾ നമ്മുടെ വിശുദ്ധീകരണം ആരംഭിച്ചത് നമ്മുടെ അറിവിന്റെ മണ്ഡലത്തിൽ വെച്ചല്ല. ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മുടെ വിശുദ്ധീകരണം തിരഞ്ഞെടുപ്പിനോടുള്ള ബന്ധത്തിൽ ദൈവം ആരംഭിച്ചു എന്ന് ഇന്ന് രാത്രി മനസ്സിലാക്കുമ്പോൾ ഹൃദയംഗമമായി ദൈവത്തിന്റെ നാമത്തെ സ്തുതിക്കുവാൻ ദൈവമക്കളെ നമുക്കിടയായി തീരണം. യിരെമ്യാ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ പ്രവാചകനായ യിരെമ്യാവിനോട് ദൈവം ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, അമ്മയുടെ ഉദരത്തിൽ നിന്നെ ഉരുവാക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു, ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ഇന്ന് രാത്രി ദൈവത്തിന്റെ മക്കൾ മനസ്സിലാക്കണം, ഉലക സ്ഥാപനത്തിന് മുമ്പേ പ്രിയനായവനിൽ നമ്മെ തിരഞ്ഞെടുത്ത് ദൈവത്തിന്റെ വിശുദ്ധീകരണ പ്രക്രിയ നമ്മിൽ ആരംഭിച്ചിട്ട് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പേ ദൈവം തനിക്കായി നമ്മെ വിശുദ്ധീകരിച്ച ദൈവപ്രവൃത്തി എത്ര വലിയതാണ്. ഓ ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ എന്റെ ദൈവത്തിന്റെ നാമത്തിന് മഹത്വം കൊടുക്കുന്നു. 1-ാമത്തെ തലം എന്ന് പറയുന്നത് ദ പ്രിപ്പറേറ്ററി സാങ്ക്ടിഫിക്കേഷൻ. 2-ാമത്തെ തലം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനം നമ്മോട് സംസാരിക്കുന്നത് ദ പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ, പദവി സംബന്ധിച്ച് നമ്മുടെ ശുദ്ധീകരണത്തിന്റെ മണ്ഡലം. തിരുവചനം നമ്മെ നന്നായി പഠിപ്പിക്കുന്നു, നാം എല്ലാവരും ശുദ്ധീകരിക്കപ്പെട്ടവരാണ്. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നാം ശുദ്ധീകരിക്കപ്പെട്ടു, ദൈവത്തിന്റെ വചനത്താൽ നാം ശുദ്ധീകരിക്കപ്പെട്ടു, ദൈവത്തിന്റെ ആത്മാവിനാൽ നാം ശുദ്ധീകരിക്കപ്പെട്ടു. നാം നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവസന്നിധിയിൽ ശുദ്ധീകരിച്ചു. അങ്ങനെ ശുദ്ധീകരണത്തിന്റെ വിവിധ അനുഭവങ്ങളിൽ ഈ രാത്രി നാം ദൈവത്തിന് വിശുദ്ധന്മാരാണ്. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം നമ്മോട് സംസാരിക്കുന്നത്, അവൻ ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം നമ്മോട് പറയുന്നത്, ആകയാൽ നാം ഇനി അന്യന്മാരും പരദേശികളും അല്ല, വിശുദ്ധന്മാരുടെ സഹ പൗരന്മാരും, ഫെലോ സിറ്റിസൺസ് ഓഫ് ദ സെയിൻസ്, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. പദവിയോടുള്ള ബന്ധത്തിൽ ഇന്ന് രാത്രി നാം വിശുദ്ധീകരിക്കപ്പെട്ടവരാണ്. പൗലോസിന്റെ ലേഖനങ്ങൾ ഓരോന്ന് എടുത്തു വായിക്കുമ്പോൾ ആരംഭത്തിൽ തന്നെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന പ്രയോഗമുണ്ട്. വിളിക്കപ്പെട്ട വിശുദ്ധന്മാർക്ക്, ഓരോ സഭയിലുമുള്ള വിശുദ്ധന്മാർക്ക് പ്രത്യേകാൽ 1 കൊരിന്ത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്, ക്രിസ്തുയേശുവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും വിളിക്കപ്പെട്ടവരുമായ വിശുദ്ധന്മാർക്ക് എഴുതുന്നത് എന്നുള്ള പ്രയോഗം. നമുക്കറിയാം,
കൊരിന്ത്യ സഭയെ സംബന്ധിച്ചിടത്തോളം സകല കുരുത്തക്കേടിന്റെയും കൂത്തുപറമ്പായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. 1-ാമത്തെ അധ്യായം തുടങ്ങി നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു, സകല പച്ചം പിടിക്കലും പേരുകളുടെ നിലയിൽ മാറി നിന്നുകൊണ്ട് പരസ്പരം ഭിന്നതയോടുകൂടെ പെരുമാറുകയും ഒക്കെ ചെയ്യുന്ന കൊരിന്ത്യ സഭയിലെ വിശ്വാസികൾ 3-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു, പൗലോസിന് അവരെ ജഡീകന്മാരെന്ന് മാത്രമേ വിളിക്കുവാനായിട്ട് കഴിയുന്നുള്ളൂ. 5-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ജാതികളുടെ ഇടയിൽ പോലും പറഞ്ഞു കേൾക്കാത്ത ദുർനടപ്പാചരിക്കുന്ന ആളുകളുള്ളതായിരുന്നു കൊരിന്ത്യ സഭ. 6-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ തമ്മിൽ വ്യവഹാരമുള്ളവരായി ലോകമനുഷ്യരുടെ അടുക്കൽ വ്യവഹാരത്തിന് പോകുന്നവരെ നമുക്ക് കൊരിന്ത്യ സഭയിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. മുൻപറഞ്ഞ സകല ദുഷ്പ്രവണതകളും കൊരിന്ത്യ സഭയിൽ നിലനിൽക്കുന്ന സമയത്തും അപ്പോസ്തലനായ പൗലോസിന് ആ സഭയെ അഭിസംബോധന ചെയ്ത് പറയുവാനുള്ളത്, വിളിക്കപ്പെട്ട വിശുദ്ധന്മാർക്ക് എഴുതുന്നത് എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ, അവരുടെ ജീവിതത്തിൽ പരാജയങ്ങൾ വന്നെങ്കിലും, പാകപ്പിഴകൾ വന്നെങ്കിലും, അശുദ്ധികൾ വന്നെങ്കിലും, യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശുദ്ധീകരണ ശക്തിക്ക് ഒരു കുറവും വന്ന് സംഭവിക്കാതെ വണ്ണം അവരെ ശുദ്ധീകരിച്ചവൻ വിശ്വസ്തനായി നിലകൊള്ളുകയാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഒരുപക്ഷെ അവിശ്വസ്തതകൾ വന്നിട്ടുണ്ടായിരിക്കും, അശുദ്ധികൾ വന്നിട്ടുണ്ടായിരിക്കും, താഴ്ചകൾ നമ്മുടെ ജീവിതത്തിൽ വന്ന് സംഭവിച്ചിട്ടുണ്ടായിരിക്കും. എന്നാൽ അതിനെ കണക്കിടാതെ ഇന്ന് രാത്രിയും വിശുദ്ധരെന്നുള്ള പദവിയിൽ തന്നെ നമ്മെ ഇരുത്തിയിരിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി ഞാൻ എന്റെ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ചില സംഘടനകളിലാണെങ്കിൽ, സഭാ വിഭാഗങ്ങളിലാണെങ്കിൽ, ഒരുത്തനെ വിശുദ്ധൻ എന്ന് പ്രഖ്യാപിക്കണമെങ്കിൽ ആദ്യം അവൻ മണ്ണടിയണം, ചത്ത് മണ്ണിനടിയിൽ പോണം. എങ്കിലേ അവനെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്ന അവരുടെ പ്രവൃത്തികൾ ആരംഭിക്കത്തുള്ളൂ. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം മരിച്ച മൺമറഞ്ഞു പോയി കഴിഞ്ഞിട്ടല്ല, ഈ ജഡത്തിൽ നാം വസിക്കുന്ന കാലയളവിൽ തന്നെ, ജഡത്തിന്റെ ബലഹീനതകളോടുകൂടെ ആയിരിക്കുമ്പോൾ തന്നെ സ്വർഗം നമ്മെ വിശുദ്ധരായി പ്രഖ്യാപിച്ച് അംഗീകരിച്ച് ഇന്ന് രാത്രി ഇവിടെ ഇരുത്തിയിരിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തത എത്ര വലിയതാണ് ദൈവമക്കളെ. ഹല്ലേലൂയ. മരിച്ചുപോയെങ്കിൽ മാത്രമല്ല, പലരെയും വിശുദ്ധരായിട്ട് അവർക്ക് പ്രഖ്യാപിക്കണമെങ്കിൽ അവരുടെ ജീവകാലത്ത് അവർ ചില അത്ഭുതങ്ങളൊക്കെ ചെയ്തെന്ന് പലരുടെയും സാക്ഷ്യങ്ങൾ വേണം, അല്ലെങ്കിൽ വിശുദ്ധരെന്ന് അവർ പ്രഖ്യാപിക്കത്തില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരത്ഭുത പ്രവൃത്തിയും ചെയ്തിട്ടില്ലെങ്കിലും, ഹല്ലേലൂയ, ഇന്ന് രാത്രി നമ്മെ വിശുദ്ധരായി അംഗീകരിച്ച സ്വർഗത്തിന്റെ അത്ഭുത പ്രവർത്തിക്കായി ഞാൻ എന്റെ കർത്താവിനെ വാഴ്ത്തുകയാണ്. പൊസിഷണലി, സ്ഥാനം നിമിത്തം നാം ഓരോരുത്തരും ഇന്ന് രാത്രി ദൈവത്തിന്റെ വിശുദ്ധരാണ്. 3-ാമത്തെ തലമാണ് പ്രാക്ടിക്കൽ സാങ്ക്ടിഫിക്കേഷൻ, പ്രായോഗികമായ നമ്മുടെ ശുദ്ധീകരണം എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ചിന്താ വിഷയം എന്ന് പറയുന്നത്. ആദ്യത്തെ 2 പടികൾ ദൈവം നമുക്ക് വേണ്ടി ചിലവ് കൂടാതെ ചെയ്ത പ്രവൃത്തിയെങ്കിൽ, 3-ാമത്തെ പ്രായോഗിക തലത്തിൽ ഞാനും നിങ്ങളും നിഷ്ക്രിയരായിരിക്കുവാനല്ല, പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നുകൊണ്ട് ജീവിത വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കുവാൻ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരാണെന്ന് ഇന്ന് രാത്രി നമുക്കൊരു ബോധ്യമുണ്ടാകുവാനായിട്ടിടയായി തീരണം. പ്രായോഗിക ജീവിതത്തിന്റെ വിശുദ്ധിയെ സംബന്ധിച്ച് അപ്പോസ്തലനായ പൗലോസിന്റെ വാക്കുകൾ, പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നിങ്ങൾക്കുള്ളത് കൊണ്ട് നിങ്ങൾ ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷങ്ങളെയും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവ ഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. അപ്പോസ്തലനായ പൗലോസ് ലേഖനങ്ങളിൽ തുടരുന്ന വാക്യങ്ങൾ ഇന്ന് രാത്രി നമുക്ക് മനഃപ്പാഠമാണ്. ദൈവത്തിന്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. ദൈവം നമ്മെ അശുദ്ധിക്കല്ല, വിശുദ്ധീകരണത്തിന് അത്രേ വിളിച്ചത്. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിക്കുക. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല.
ഈ ദിവസങ്ങളിൽ ഇവിടെ മുഴങ്ങിക്കേട്ട അതേ വാക്യങ്ങളാണ് ഞാൻ ആവർത്തിക്കുവാനായിട്ടിടയായി തീർന്നത്. ഈ വാക്യങ്ങൾ ആവർത്തിച്ചതിന്റെ കാര്യമെന്തെന്ന് ചോദിച്ചാൽ, പ്രായോഗിക തലത്തിൽ നാം വിശുദ്ധീകരണം പ്രാപിക്കുവാനുള്ള ദൈവത്തിന്റെ ആത്മാവിന്റെ ആവർത്തിച്ചുള്ള ആഹ്വാനം തിരുവചനത്തിൽ നിന്നും ദൈവത്തിന്റെ ദാസന്മാരുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വചനത്തിലൂടെയും കേൾക്കുന്ന ദൈവമക്കളെ, നിർവിചാരികളായിരിക്കുവാൻ നമുക്ക് സാവകാശമില്ല, നിഷ്ക്രിയരായിരിക്കുവാൻ നമുക്ക് അവസരമില്ല. കേൾക്കുന്ന വചനത്തെ പിറകിലെറിഞ്ഞിട്ട് ഇന്ന് രാത്രി മടങ്ങുവാൻ നമുക്കിടയായി തീരരുത്. ദൈവത്തിന്റെ വചനത്തിന്റെ മുൻപിൽ നമ്രശിരസ്കരായിട്ട് തങ്ങളെ തന്നെ ഈ രാത്രി ഏൽപ്പിച്ചു കൊടുക്കുന്നവരെ നോക്കുന്ന ഒരു സ്വർഗമുള്ളതോർത്ത് ഈ രാത്രി ഞാൻ എന്റെ കർത്താവിനെ വാഴ്ത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രായോഗിക തലത്തിൽ വിശുദ്ധീകരണത്തിന്റെ ആവശ്യകത വളരെ വലുതായിരിക്കുമ്പോൾ ഈ വിശുദ്ധീകരണത്തിന്റെ ചില പ്രത്യേകതകളെ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് എടുത്തു പറയട്ടെ. വിശുദ്ധീകരണത്തിന്റെ ജീവിത വിശുദ്ധിയുടെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ വിശുദ്ധീകരണം ഓപ്ഷണലായി ദൈവം നമുക്ക് നൽകുന്ന ഒരു അനുഭവമല്ല. നമുക്കറിയാം, ഈ ലോകത്തിൽ പല കാര്യങ്ങളും ഓപ്ഷണലാണ്. നമുക്ക് വേണമെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ മറ്റൊന്നെടുക്കാം. സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ഈ കാലഘട്ടത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പഠിക്കേണ്ട വിഷയങ്ങൾ പലതും ഓപ്ഷണലാണ്. അവർക്ക് താല്പര്യമുള്ള ഒരു വിഷയം വേണമെങ്കിൽ എടുക്കാം, ഒന്ന് വേണ്ട എന്ന് തോന്നിയാൽ മറ്റൊന്ന് മാറിയെടുക്കാം. എന്നാൽ ഇന്ന് രാത്രി ദൈവവചനം കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, വിശുദ്ധീകരണം എന്ന് പറയുന്ന ജീവിതത്തിന്റെ അനുഭവം ദൈവം നമുക്ക് ഓപ്ഷണലായിട്ട് തന്നിട്ടുള്ളതല്ല. ഇറ്റ് ഈസ് മാൻഡേറ്ററി. നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഓരോരുത്തരും നിർബന്ധമായി, നിശ്ചയമായി നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ട ഒരനുഭവമാണ് വിശുദ്ധീകരണം എന്ന് പറയുന്നത്. ഇന്ന് രാത്രി ആ കാഴ്ചപ്പാട് പ്രാപിച്ച എത്ര ദൈവമക്കൾ ഈ രാത്രി ദൈവവചനം കേൾക്കുന്നുണ്ട്. വിശുദ്ധീകരണം എന്ന് പറയുന്നത് എൻ്റെ ജീവിതകാലത്ത് ഞാൻ പ്രാപിച്ചെടുക്കേണ്ട ജീവിതമാണെന്ന്, അനുഭവമാണെന്ന് ഇന്ന് രാത്രി നമുക്ക് തിരിച്ചറിവും ബോധ്യവും ഉണ്ടാകണം. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, വിശുദ്ധീകരണം അത് സീസണലായിട്ടുള്ളതല്ല, ചില പ്രത്യേക സമയത്തേക്ക് മാത്രമുള്ളതല്ല. നമ്മുടെ ജീവിതത്തിന്റെ വിശുദ്ധിയുടെയും വിശുദ്ധീകരണത്തിന്റെയും അനുഭവം ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞായറാഴ്ച ദിവസം എടുക്കുമ്പം ഒരു ശുദ്ധീകരണം, അടുത്ത ദിവസങ്ങളിൽ അവരവരുടെ വഴിയിൽ. മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം ആണ്ടവസാനം വരുമ്പോൾ ഒരു ശുദ്ധീകരണം, ആണ്ടിന്റെ ബാക്കി ദിവസങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം. ചിലരെ സംബന്ധിച്ചിടത്തോളം സഭായോഗത്തിന് അല്ലെങ്കിൽ അതാത് സഭകളിൽ പ്രത്യേക ഉപവാസ പ്രാർത്ഥനകൾ വെക്കുമ്പോഴുള്ള ഒരു ശുദ്ധീകരണം, ബാക്കി ദിവസങ്ങളിൽ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ. ചില പ്രത്യേക സഭകളിൽ തിരുവഴുത്താഴം നടത്തുന്നതിന് മുമ്പ് ഒരു പ്രത്യേക ഉപവാസ പ്രാർത്ഥനയുണ്ട്. ആ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഒരു ശുദ്ധീകരണം പ്രാപിച്ച് തിരുവത്താഴമെടുത്ത് അവരവരുടെ വഴിയിൽ പോകുന്ന ആളുകളെ നമുക്ക് പലപ്പോഴും കാണുവാനായിട്ട് കഴിയുന്നു. എന്നാൽ ഇന്ന് രാത്രി ദൈവവചനത്തിന്റെ മുമ്പിലായിരിക്കുന്ന ദൈവമക്കളെ, നാം ഒരു കാര്യം മനസ്സിലാക്കണം. എനിക്കും നിനക്കും സൗകര്യമുള്ള സമയത്തോ സാഹചര്യത്തിനനുസരിച്ചോ ഒക്കുന്നത് പോലെയൊക്കെ പ്രാപിച്ചെടുക്കേണ്ട ഒരു അനുഭവമല്ല ജീവിതത്തിന്റെ വിശുദ്ധീകരണത്തിന്റെ അനുഭവം എന്ന് പറയുന്നത്. എല്ലായ്പ്പോഴും ഹല്ലേലൂയ, പകലായാലും രാത്രിയായാലും ജോലിയിലായാലും വീട്ടിലായാലും വഴിയിലായാലും ജീവിതത്തിന്റെ ഏത് മണ്ഡലത്തിലായാലും ഞാനൊരു വിശുദ്ധനാണെന്നുള്ള ബോധ്യത്തിൽ ജീവിക്കുന്ന ദൈവമക്കൾക്കായി ഇന്ന് രാത്രി ഞാൻ എന്റെ കർത്താവിനെ വാഴ്ത്തുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. Holiness is not seasonal. മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ജീവിത വിശുദ്ധി എന്ന് പറയുന്നത് അതിനൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല, അതിന് പകരം വെക്കാനായിട്ട് മറ്റൊന്നില്ല. നമുക്കൊരു പക്ഷേ ആത്മീക തലത്തിലോ അല്ലാതെയോ ഒരുപാട് സ്ഥാനമാനങ്ങൾ ഉണ്ടായിരിക്കും.
ഞാനും നിങ്ങളും ഒരുപാട് ശുശ്രൂഷകൾ ഒരുപക്ഷെ ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ദൈവവേലയ്ക്ക് ഒത്തിരി സാമ്പത്തിക സഹായം ചെയ്യുന്നുണ്ടായിരിക്കും. എന്നാൽ നമ്മുടെ സ്ഥാനമാനങ്ങളോ, നാം ചെയ്യുന്ന ശുശ്രൂഷകളോ, നാം ചെയ്യുന്ന സാമ്പത്തിക സഹായങ്ങളോ വിശുദ്ധീകരണത്തിന് പകരമാകയില്ലെന്ന് ഇന്ന് രാത്രി തിരിച്ചറിവുണ്ടാകണം. ചില ആളുകൾ വിചാരിക്കുന്നത് ഒരു സ്ഥാനലബ്ധിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ വിശുദ്ധീകരണത്തിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. മറ്റു ചിലർ വിശ്വസിക്കുന്നത് ഒരു ശുശ്രൂഷ അങ്ങ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ വിശുദ്ധീകരണത്തിന്റെ ആവശ്യമില്ല. മറ്റു ചിലർ ദശാംശവും മറ്റ് സഹായങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വിശുദ്ധീകരണത്തിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് രാത്രി നാം തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യം, യാതൊരു വ്യത്യാസവും കൂടാതെ ഉന്നതനായാലും താഴെയുള്ളവനായാലും വിദ്യാഭ്യാസമുള്ളവനായാലും വിദ്യാഭ്യാസമില്ലാത്തവനായാലും വലിയ ശുശ്രൂഷ ചെയ്യുന്നവനായാലും ചെറിയ ശുശ്രൂഷ ചെയ്യുന്നവനായാലും ഏത് തരത്തിലുള്ളവനായാലും ഏത് നിറത്തിലുള്ളവനായാലും ഏത് സാമൂഹ്യ വ്യവസ്ഥയിലുള്ളവനായാലും നീ ദൈവസഭയ്ക്കകത്ത് കടന്നു വന്നിട്ടുള്ളവനാണെങ്കിൽ നിനക്ക് വിശുദ്ധീകരണത്തിന് പകരം വയ്ക്കുവാൻ മറ്റൊന്നുമില്ലെന്ന് ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ നീ തിരിച്ചറിയുവാനിടയായി തീരണം. Hallelujah. Sanctification and holiness, it is not optional, it is not seasonal. There is no substitute for sanctification and holiness. Hallelujah. നാം മുറുകെ പിടിക്കുന്ന മൂല്യങ്ങളിൽ ദൈവമക്കളെ അതിശ്രേഷ്ഠമായത് സ്തോത്രം ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തിന്റെ വിശുദ്ധിയാണ്. നാം അഭിമാനത്തോടെ എടുത്തു പറയുന്നത് പലതും അല്ല, അതിനേക്കാൾ ഉന്നതമായത് ഈ ലോകത്തിലെ ആളുകൾക്ക് എടുത്തു പറയുവാനുണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയാമോ? നമ്മൾ പലപ്പോഴും സ്ഥാനത്തെക്കുറിച്ചും മാനത്തെക്കുറിച്ചും നമ്മുടെ സാമ്പത്തിക ഭദ്രതയെക്കുറിച്ചും ഒക്കെ നമ്മൾ സംസാരിക്കാറുണ്ട്. നമ്മുടെ പ്രസംഗ പാഠവത്തെക്കുറിച്ചൊക്കെ ചിലപ്പോഴൊക്കെ എന്നെ പോലുള്ളവർ അഭിമാനിച്ചെന്ന് വരാം. എന്നാൽ നമ്മൾ ഈ എടുത്തു പറയുന്ന സകല കാര്യങ്ങളിലും നമ്മേക്കാൾ ശ്രേഷ്ഠത പുലർത്തുന്ന ആളുകൾ ഈ ലോകത്തിലുണ്ടെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇന്ന് രാത്രി അകം തിളയ്ക്കുന്ന നമ്മുടെ ആത്മീയ അനുഭവം എന്ന് പറയുന്നത് ലോകത്തിനെടുത്തു പറയുവാൻ പലതുമുണ്ടെങ്കിലും നമുക്ക് വിശിഷ്ടമായതൊന്ന് ഇന്ന് രാത്രി എടുത്തു പറയുവാനുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ജീവിതത്തിന്റെ വിശുദ്ധിയാണ്. നാം കാത്തു സൂക്ഷിക്കുന്ന വിശുദ്ധിയുടെ പ്രമാണമാണ്. ഇന്ന് രാത്രി ആ സന്തോഷമുള്ള ദൈവമക്കൾക്ക് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് കഴിയുമോ? ഹല്ലേലൂയ. ആ അനുഭവത്തിൽ നിന്ന് ഒരു ചുവട് നാം താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇന്ന് രാത്രി ദൈവമക്കളെ നമ്മൾ മനസ്സിലാക്കണം, നാം ശേഷം മനുഷ്യരെ പോലെയായി. എന്നാൽ ശേഷം മനുഷ്യരെ പോലെ ആയിരിക്കാനല്ല ദൈവം നമ്മെ വിളിച്ചത്. വ്യത്യസ്തതയോടെ അവൻ നമ്മെ വിളിച്ചെങ്കിൽ വ്യത്യസ്തരായിരിക്കാൻ ഈ തലമുറയിൽ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. Praise the Lord. ലോകം ആ വ്യത്യാസം ഈ ദിവസങ്ങളിൽ നമ്മിൽ കാണുവാനിടയായി തീരട്ടെ. ഹല്ലേലൂയ. മറ്റൊന്നിനുമില്ലാത്ത പ്രത്യേകതകൾ വിശുദ്ധിയുടെ അനുഭവത്തിനുണ്ട്. സമയപരിധി കടന്നു പോകുന്നുവല്ലോ. വേഗത്തിൽ വിശുദ്ധീകരണത്തിന്റെ ആവശ്യകതയെ ചുരുക്കം ചില വാക്കുകളിൽ പറഞ്ഞ് ഞാൻ എൻ്റെ ഈ പ്രസംഗത്തിന് വിരാമം കുറിക്കാം. എന്തുകൊണ്ട് നാം ശുദ്ധീകരണം പ്രാപിക്കണം? വാട്ട് ഈസ് ദ നെസസിറ്റി? ഒരാഴ്ച കൊണ്ട് ഇവിടെ ദൈവദാസന്മാര് കണ്ടശോഭം നടത്തുകയാണ്. ഇത്രമാത്രം വിശുദ്ധിയെ കുറിച്ച് പ്രസംഗിക്കണോ എന്നൊക്കെയുള്ള ഒരു ചിന്ത നമ്മുടെ അകത്ത് വരാൻ സാധ്യതയില്ലാതെയില്ല. ഇത് കേട്ട് കേട്ട് മടുത്തല്ലോ, വല്ല വാലല്ല തലയാക്കുന്നത് വല്ലോ ആയിരുന്നെങ്കിൽ സന്തോഷമുള്ള ഒത്തിരി ആളുകളുണ്ട്. എന്നാൽ വിശുദ്ധീകരണത്തിന്റെ ദൂത് ആവർത്തിച്ച് കേൾക്കുമ്പോൾ മാനസാന്തരപ്പെട്ട് മടങ്ങി വരുവാൻ മനസ്സില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. എന്നാൽ വിശുദ്ധിയെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന കാംക്ഷിക്കുന്ന ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാൾ അധികം അവർക്ക് ആത്മസന്തോഷം നൽകുന്ന ഒരു സന്ദേശമില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, വിശുദ്ധിയുടെ ഒരു ദൂത് കേൾക്കാൻ നമ്മുടെ കൺവെൻഷനിലോ നമ്മുടെ സഭയിലോ ഒക്കെ അവസരം ഉണ്ടെങ്കിൽ നമ്മൾ ഭാഗ്യമുള്ളവരാണെന്ന് ഇന്ന് രാത്രി മനസ്സിലാക്കിക്കോണം.
പല സ്ഥലത്തും വിശുദ്ധിയുടെ ദൂതില്ല, വിശുദ്ധിയെ സംബന്ധിക്കുന്ന വാക്യങ്ങളില്ല. പല പ്രസംഗങ്ങളും ഈ വാക്യങ്ങൾ കണ്ടിട്ടും കാണാതെ പോകുകയാണ്. എന്നാൽ ദൈവസഭയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധിയെ കാക്ഷിക്കുന്ന ഒരാത്മീയ നേതൃത്വമുള്ളതോർത്ത്, അഭിഷക്ത ഗണങ്ങളോർത്ത് ഉള്ളതോർത്ത്, അതിനെ ആഗ്രഹിക്കുന്ന ദൈവജനമുള്ളതോർത്ത് ഇന്ന് രാത്രി ഞാൻ എൻ്റെ കർത്താവിനെ വാഴ്ത്തുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന്റെ മറ്റൊന്നും കണ്ട് ദൈവം നമ്മളിൽ സന്തോഷിക്കത്തില്ല. നമ്മുടെ നേട്ടങ്ങളിൽ ദൈവം സന്തോഷമുള്ളവനല്ല, നമ്മുടെ ഉയർച്ചകളിൽ ദൈവം വലിയ സന്തോഷമുള്ളവനല്ല. എന്നാൽ ദൈവം സന്തോഷിക്കുന്നത് എവിടെയാണെന്നറിയാമോ? നീയും ഞാനും അവന്റെ വിശുദ്ധി പ്രാപിക്കുവാനുള്ള വാഞ്ചയിൽ എന്നെയും നിന്നെയും സമർപ്പിച്ചേൽപ്പിച്ചു കൊടുക്കുന്ന സ്ഥാനത്ത്, ഉള്ളം തുറങ്ങി അതിനായി ദൈവത്തോട് നിലവിളിക്കുന്ന സ്ഥാനത്ത്, മുഴങ്കാലും അടക്കുന്ന സ്ഥാനത്ത് സന്തോഷിക്കുന്ന ഒരു സ്വർഗമുണ്ട് എന്നുള്ളതോർത്ത് ഇന്ന് രാത്രി ഞാൻ എന്റെ കർത്താവിനെ വാഴ്ത്തുകയാണ്. ഈ രാത്രി പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, നിന്റെ സൗകര്യം കൂടിയ വീടിലോ, നിന്റെ വിശാലതയുള്ള വാഹനത്തിലോ, നിന്റെ മറ്റെന്തെങ്കിലും നേട്ടങ്ങളിലോ പദവികളിലോ ഇന്ന് രാത്രി സ്വർഗത്തിന് ആനന്ദമില്ല. എന്നാൽ നിന്റെ അകത്തളത്തിൽ ജീവിത വിശുദ്ധി എന്ന ദൈവത്തിന് കാണുവാൻ കഴിയുമെങ്കിൽ ഈ രാത്രി നിന്നെ ഓർത്ത് സ്വർഗം സന്തോഷിക്കുന്ന രാത്രിയാണ്. യേശുവിന്റെ നാമത്തിൽ ജയം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഇന്ന് രാത്രി നമ്മൾ ധന്യരാണ്, നമ്മൾ ഭാഗ്യമുള്ളവരാണ്. എന്താണ് വിശുദ്ധീകരണത്തിന്റെ ആവശ്യകത? വേഗത്തിൽ ഞാൻ പറയാം. ഒന്ന്, God demands it. ദൈവം അത് ആവശ്യപ്പെടുന്നു. പഴയ നിയമ ഇസ്രായേലിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്ന ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. പത്രോസ്ലീഹ ആ വാക്യങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ലേഖനത്തിൽ ഇങ്ങനെ എഴുതി, പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം എല്ലാം നടപ്പിലും വിശുദ്ധരാകുവീൻ. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരാകുവീൻ എന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നു. ഇന്ന് രാത്രി പ്രസംഗിക്കുന്ന ഞാനോ ഈ അഭിഷക്തന്മാരാരെങ്കിലുമോ നിങ്ങളോട് പറയുന്നത് കൊണ്ടല്ല. നിങ്ങൾ വിശുദ്ധരാകുവാൻ വാഞ്ചിക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ കൽപ്പനയായതുകൊണ്ട് ഇന്ന് രാത്രി നാം വിശുദ്ധിക്ക് വേണ്ടി വാഞ്ചിക്കുന്ന രാത്രിയാണ്. തിരുവചനം പഠിച്ചു നോക്കൂ. ദൈവം കൊടുത്തിട്ടുള്ള സകല കൽപ്പനകളുടെയും യാഗങ്ങളുടെയും എല്ലാം പിന്നിൽ ദൈവത്തിന്റെ ആഗ്രഹം മറ്റൊന്നുമല്ല, ജനത്തിന്റെ വിശുദ്ധീകരണം. അതിനുവേണ്ടിയാ കൽപ്പന കൊടുത്തേ, അതിനുവേണ്ടിയാ യാഗങ്ങൾ കൊടുത്തത്, അതിനുവേണ്ടിയാണ് ഉത്സവങ്ങൾ കൽപ്പിച്ചു നൽകിയത്. ദൈവത്തിന്റെ ഹൃദയത്തിന്റെ വാഞ്ച എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ദൈവമക്കളെ, നമ്മുടെ വിശുദ്ധീകരണമാണ്, നമ്മുടെ വിശുദ്ധീകരണമാണ്. ഇന്ന് രാത്രി അത് കൊതിക്കുന്ന സ്വർഗം നമ്മിൽ അത് കണ്ട് സന്തോഷിക്കട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം അത് ആവശ്യപ്പെടുന്നു. തിരുവചനത്തിലെ അനേക ഏടുകൾ നാം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യം, ഒരു ദൈവപ്രവൃത്തിക്ക് മുന്നോടിയായിട്ട് ദൈവം എപ്പോഴും തന്റെ ജനത്തോട് ശുദ്ധീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, മുന്നിൽ കലങ്ങി മറിഞ്ഞൊഴുകുന്ന യോർദാൻ, ആകുലചിത്തനായിരിക്കുന്ന യോശുവയുടെ അടുക്കൽ ദൈവത്തിന്റെ ആലോചന കടന്നു വരുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെയാണ് ദൈവത്തിന്റെ ആലോചന യോശുവയോട് പറയുന്നത്, ഇന്ന് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ, നാളെ യഹോവ നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കും. ഇന്ന് രാത്രി ദൈവമക്കൾ ഒരു കാര്യം മനസ്സിലാക്കണം. നീ ദൈവപ്രവൃത്തി അനുഭവിപ്പാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ദൈവമഹത്വം കാണുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിൽ ദൈവശക്തി ഇറങ്ങി വ്യാപരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കലങ്ങി മറിഞ്ഞൊഴുകുന്ന യോർദാന് സമമായ പ്രതിസന്ധികൾ നിന്റെ മുൻപിൽ വഴിമാറുവാൻ ഇന്ന് രാത്രി നീ ആഗ്രഹിക്കുന്നു എങ്കിൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ എനിക്ക് നിന്നോട് ദൂത് പറയുവാനുള്ളത്, കുറുക്കു വഴിയൊന്നും സഹോദര നിനക്ക് മുമ്പിൽ ഇല്ല, എളുപ്പ വഴിയൊന്നും സഹോദരി നിന്റെ മുമ്പിലൂടെ നീ വിചാരിക്കരുത്.
ഒറ്റ വഴി മാത്രമേ ഉള്ളൂ. ഇന്ന് നിന്റെ ശുദ്ധീകരണത്തിന്റെ രാത്രിയാണെങ്കിൽ നാളെ നിന്റെ ജീവിതത്തിൽ അത്ഭുതത്തിന്റെ രാത്രിയാണ്. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ഇന്ന് വിശുദ്ധീകരണത്തിന്റെ രാത്രിയാണെങ്കിൽ നാളെ ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ രാത്രിയാണ്. എന്റെ ദൈവം അത് ചെയ്യും. ഹല്ലേലൂയ. ജീവിതത്തിൽ പ്രായോഗികമാക്കി നോക്കൂ. പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുമ്പോൾ, വിഷമതകൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, അടുത്ത ചുവടെടുത്തു വയ്ക്കുവാൻ വഴി കാണാതെ, ചുവട് കാണാതെ ഭാരപ്പെടുമ്പോൾ, ദൈവമേ നീ അവിടെയും ഇവിടെയും അലയാതെ ദൈവത്തിന്റെ പാദപീഠത്തിൽ മുട്ടുമടക്കി നിന്നെ തന്നെ ശുദ്ധീകരണത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്താൽ, വ്യക്തികൾ ശുദ്ധീകരണത്തിന് ഏൽപ്പിച്ചു കൊടുത്താൽ, കുടുംബങ്ങൾ വിശുദ്ധീകരണത്തിന് ഏൽപ്പിച്ചു കൊടുത്താൽ, സഭകൾ ശുദ്ധീകരണത്തിന് ഏൽപ്പിച്ചു കൊടുത്താൽ, യോർദാനെ വിഭജിച്ച ദൈവം ഇന്ന് രാത്രിയും നമുക്ക് വേണ്ടി ജീവിക്കുന്ന ദൈവമാ. ചെങ്കടലിനെ വറ്റിച്ച ദൈവം ഇന്ന് രാത്രിയും നമുക്ക് വേണ്ടി ജീവിക്കുന്ന ദൈവമാ. അവന്റെ കരത്തിന്റെ ശക്തി കുറഞ്ഞിട്ടില്ല. അവന്റെ വചനം ഈ രാത്രിയും എന്ന് മാത്രമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ. നാളെ യഹോവ നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കും. ഒരു ദിവസം ദൈവത്തിന്റെ പ്രവാചകനായ ശമൂവേൽ തൈലപാത്രവും എടുത്തുകൊണ്ട് ബേത്ലഹേമിൽ ആ പട്ടണത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, പട്ടണത്തിലെ മൂപ്പന്മാര് ഭയന്ന് വിറച്ചുകൊണ്ട് പ്രവാചകന്റെ അടുക്കൽ വന്നു. നിന്റെ വരവ് ശുഭമോ എന്നൊരു ചോദ്യം ചോദിച്ചു. ഇന്ന് പ്രവാചകന്മാരൊക്കെ വന്നാൽ പൊതുവെ പ്രൈസ് ദി ലോർഡ് പാസ്റ്ററെ എന്നൊക്കെ പറഞ്ഞങ്ങ് സ്വീകരിക്കത്തേ ഉള്ളൂ. കാരണം നമുക്കറിയാം, മറഞ്ഞിരിക്കുന്നതൊന്നും പ്രത്യേകമായിട്ട് വെളിപ്പെടാനൊന്നും പോകുന്നില്ല. ഞാൻ പ്രവചനത്തെ തുച്ഛീകരിക്കുകയല്ല. അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ശുശ്രൂഷ ദൈവദാസന്മാരെ ബഹുമാനിക്കുന്നു, ശുശ്രൂഷയെ ആദരിക്കുന്നു. എങ്കിൽ പോലും ശമൂവേൽ വന്നപ്പോൾ ഉള്ള പ്രതീതി ഇന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല. ഭയത്തോടെ വിറയലോടെ അടുക്കൽ വന്ന് നിൽക്കുന്ന മൂപ്പന്മാരോട് ശമൂവേൽ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് എന്നോടുകൂടെ യാഗത്തിന് പോരാൻ പറഞ്ഞു. നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് എന്നോടുകൂടെ യാഗത്തിന് പോരാൻ പറഞ്ഞു. നമുക്കറിയാം, യാക്കോബിന് ദൈവം പ്രത്യക്ഷപ്പെട്ട് ബേതേലിൽ പോയി യാഗം കഴിക്കാൻ പറഞ്ഞപ്പോൾ യാക്കോബ് എഴുന്നേറ്റിട്ട് തന്റെ ഭാര്യമാരെയും തന്റെ കുഞ്ഞുങ്ങളെയും ഒക്കെ അടുക്കൽ വിളിച്ച് അവരോട് പറയുകയാണ്, നിങ്ങളെന്തോ ചെയ്യണമെന്നറിയാമോ? നിങ്ങളുടെ അന്യദേവന്മാരെയൊക്കെ നീക്കിക്കളഞ്ഞ് നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് വസ്ത്രം മാറ്, നമ്മൾ ബേതേലിൽ ആരാധനയ്ക്ക് പോകുകയാണെന്ന് പറഞ്ഞു. ആരാധന എന്നുള്ള ശബ്ദം കേൾക്കുമ്പം അകത്ത് വെളിച്ചം പ്രാപിച്ചവനെ സംബന്ധിച്ചിടത്തോളം അവനെ തന്നെ ശുദ്ധീകരിക്കാതിരിക്കാൻ പറ്റത്തില്ല. യാഗമെന്ന് കേൾക്കുമ്പോൾ ശുദ്ധീകരിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഇന്ന് അനേകരെ സംബന്ധിച്ചിടത്തോളം ആരാധന എന്ന് കേട്ടാലും ആരാധനയ്ക്കകത്ത് തുള്ളിച്ചാടിയാലും ഒരു ശുദ്ധീകരണം വെളിപ്പെടാതെ ഇരിക്കുമ്പോൾ ജീവനുള്ള ദൈവത്തിന് പ്രസാദമുള്ള യാഗം കഴിക്കുവാൻ വിളിക്കപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധീകരണം കൂടാതെയുള്ള യാഗത്തിൽ ദൈവത്തിന് പ്രസാദമില്ല. ശമൂവേൽ കടന്നു ചെന്നു. ഇശായിയുടെ കുടുംബത്തിലുള്ള മൊത്തത്തിനെ ശുദ്ധീകരിച്ചിട്ട് അവരൊരുമിച്ച് യാഗത്തിന് പോകുകയാ. ഇന്ന് രാത്രി വേഗത്തിൽ ഞാൻ ആ ഭാഗം പറഞ്ഞു വിടട്ടെ. പ്രിയമുള്ളവരെ, ഇശായിയുടെ കുടുംബത്തിൽ ബേത്ലഹേം പട്ടണത്തിൽ ഒരഭിഷേകത്തിന്റെ ശുശ്രൂഷ വെളിപ്പെടുന്നതിന് മുമ്പ് ദൈവത്തിന്റെ ആത്മാവ് പ്രവാചകൻ പറയുകയാണ്, പട്ടണത്തിലെ മൂപ്പന്മാരെ നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക. ഇശായിയുടെ കുടുംബാംഗങ്ങളെ നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക. ദൈവത്തിന്റെ അഭിഷേക തൈലം ബേത്ലഹേം പട്ടണത്തിൽ എത്തിയിരിക്കുകയാണ്. ഇശായിയുടെ കുടുംബത്തിൽ എത്തിയിരിക്കുകയാണ്. ഒരുത്തന്റെ മേൽ അഭിഷേക തൈലം വീഴുവാൻ പോകുകയാണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിൽ എനിക്ക് പറയുവാനായിട്ടുള്ളത്, ഈ ഒരാഴ്ചവട്ടമായി ശുദ്ധീകരണത്തോടുകൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്ന നമ്മുടെ മേൽ പകരപ്പെടുന്ന ദൈവത്തിന്റെ ഒരു പുത്തൻ അഭിഷേകമുണ്ടെന്ന് ഇന്ന് രാത്രി എത്ര ദൈവമക്കൾക്ക് വിശ്വസിക്കുവാൻ കഴിയും? പ്രിയ സഹോദരി, നിന്റെ
തലമുറയുടെ ഒന്നിന്റെ മേൽ ദൈവം പകരുവാനുള്ള ദൈവിക അഭിഷേകത്തെ കുറിച്ച് ആത്മീക കാഴ്ചപ്പാട് പ്രാപിച്ച് ഇന്ന് രാത്രി നീ ഇവിടെ നിന്നെ തന്നെ ശുദ്ധീകരിക്കുമെങ്കിൽ നിന്റെ കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ തൈലം വെളിപ്പെടുമെന്ന് ഇന്ന് രാത്രി നീ തിരിച്ചറിയുക. ഹല്ലേലൂയ. എന്റെ തലമുറകളിൽ ഒന്നിനെ നിനക്കായി തിരഞ്ഞെടുക്കണമേ എന്ന് നാളുകളായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന പ്രിയ പിതാവേ, ഈ രാത്രി നീ ഇവിടെ ഇരുന്ന് ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ കുടുംബത്തിനകത്തോ നിന്റെ മേൽ എന്റെ ദൈവം പകരുവാൻ പോകുന്ന അഭിഷേകത്തിന്റെ തൈലത്തെ കുറിച്ച് ഈ രാത്രി പരിശുദ്ധാത്മാവ് നിനക്ക് ഉത്തമ ബോധ്യം തരുകയാണ്. ഹല്ലേലൂയ. ഒരഭിഷേകത്തിന് മുൻപ് വെളിപ്പെടേണ്ട ദൈവത്തിന്റെ ഒരു ശുദ്ധീകരണം, ദൈവികമായൊരു ശുദ്ധീകരണം, അത് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണം ദൈവമക്കളെ. ഈ ശുദ്ധീകരണം എന്തിനെന്ന് ചോദിച്ചാൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒന്ന് രണ്ടോ കാര്യങ്ങളോട് വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഒന്ന്, അടുത്തത് ദൈവം വില കൊടുത്ത ഒറ്റ കാര്യമേ ഉള്ളൂ. അതെന്തിനാന്നറിയാം? എന്തിനു വേണ്ടിയാണെന്നറിയാം? എന്റെയും നിങ്ങളുടെയും വിശുദ്ധീകരണത്തിന് വേണ്ടി. മറ്റൊന്നിനു വേണ്ടിയും ദൈവത്തിന് വില കൊടുക്കേണ്ടി വന്നില്ല. ഒരു വാക്കുകൊണ്ട് എല്ലാം ഉളവാക്കുവാൻ ദൈവത്തിന് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്ന പിതാവായ ദൈവത്തിന്റെ ത്യാഗം വെളിപ്പെടുന്നത് മറ്റൊന്നിനു വേണ്ടിയായിരുന്നില്ല, എന്നെയും നിങ്ങളെയും വിശുദ്ധീകരിക്കേണ്ടതിന് വേണ്ടിയാണ്. അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി കറാച്ചുളുക്കം വാട്ടം ഇവയൊന്നുമില്ലാതെ തേജസ്സോടെ തനിക്ക് തന്നെ മുൻനിർത്തേണ്ടതിന് നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന ദൈവത്തിന്റെ സ്നേഹം എത്ര വലിയതാണ് ദൈവമക്കളെ. വില കൊടുത്താണ് നമ്മുടെ വിശുദ്ധീകരണം സ്വർഗം പ്രാപിച്ചതെങ്കിൽ അതിനനുസരിച്ച് വേണം നാം അതിനോട് പ്രതികരിക്കാനായിട്ട്. ഹല്ലേലൂയ. ഇടയ്ക്കുള്ള എല്ലാ ഭാഗങ്ങളും വിട്ട് ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. വിശുദ്ധീകരണത്തിന്റെ ആവശ്യകത എന്താണെന്ന് ചോദിച്ചാൽ, ആത്യന്തികമായി 1 യോഹന്നാന്റെ ലേഖനം 3-ാമത്തെ അധ്യായം നമുക്ക് വളരെ സുപരിചിതമായ അധ്യായമാണ്, വാക്യങ്ങളാണ്. കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. പ്രിയമുള്ളവരെ, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് പറഞ്ഞ് അനന്തരം വായിക്കുവാൻ കഴിയുന്നത്, അവനിൽ ഈ പ്രത്യാശ ഉള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നത് ആരെന്നറിയാമോ? അവനിൽ ഈ പ്രത്യാശയുള്ള ദൈവത്തിന്റെ മക്കൾ. അവൻ പ്രത്യക്ഷനാകുമ്പോൾ ഞാൻ അവനെ താനിരിക്കും പോലെ കാണുമെന്ന് ഉത്തമ ബോധ്യമുള്ള ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവന് വിശുദ്ധീകരണം പ്രാപിക്കാതിരിപ്പാൻ കഴിയത്തില്ല. അവൻ മണ്ണ് പ്രതി മാണിക്യം വെടിയുന്നവനല്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നത്, 1-ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു എന്നാണ്. 1-ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവനാകണമെങ്കിൽ അവൻ വിശുദ്ധനായിരിക്കണം. അനീതി ചെയ്യുന്നവൻ ഇനി അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനി അഴുക്കാടട്ടെ, വിശുദ്ധനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. കർത്താവ് പറയുകയാണ്, ഇതാ ഞാൻ വേഗം വരുന്നു. ഈ വാക്ക് ഹൃദയ അന്തർഭാഗത്ത് മുഴങ്ങുന്ന ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം അവന് വിശുദ്ധീകരണം പ്രാപിക്കാതിരിക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ പിതാക്കന്മാര് പാരമ്പര്യത്തെ വിട്ടത്, പള്ളിമേടകളെ വിട്ടത്, ജീവിതത്തിന്റെ സുഖലോലുപതകളെ വിട്ടത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയായിരുന്നില്ല, ഈ ലോകത്തിന്റെ മഹത്വത്തിന് വേണ്ടിയായിരുന്നില്ല. പിന്നെ എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ, വിശുദ്ധിക്കും വേർപാടിനും വേണ്ടി നിലകൊള്ളണമെന്നുള്ള ഉറച്ച തീരുമാനത്തിലും, കാഹളം ധ്വനിക്കുമ്പോൾ കർത്താവിനോടുകൂടെ എനിക്കായിരിക്കണമെന്നുള്ള ആഗ്രഹത്തിലും, വിലയേറിയതിനെ പലതിനെയും ചപ്പം തണ്ടി ചവറം തണ്ടി
മുൻപിലെറിഞ്ഞുകൊണ്ട് ഇറങ്ങിത്തിരിച്ച പൂർവകാല പിതാക്കന്മാരുടെ പിന്തലമുറകളായി ചുവടുകളെ വയ്ക്കുവാൻ ഭാഗ്യം ലഭിച്ച നമ്മെ സംബന്ധിച്ചിടത്തോളം പിതാക്കന്മാർ മുറുകെ പിടിച്ച വിശുദ്ധിയുടെ പ്രമാണത്തിനു വേണ്ടി, വേർപാടിന്റെ സത്യത്തിനു വേണ്ടി അന്ത്യശ്വാസം വരെയും നിലകൊള്ളുവാനുള്ള ഉറച്ച സമർപ്പണവും തീരുമാനവും ദൈവസഭയിലെ ദൈവമക്കൾക്ക് ഇന്ന് രാത്രി ഒന്നുകൂടെ ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഒരു മഹാനായ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു, better to die with a conviction than to live with a compromise. അതുകൊണ്ട് ഞാൻ പറയാം, better to die with a conviction than to live with a compromise. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പാപത്തോട്, ലോകത്തോട്, ലൗകികതയോട്, ജഡികതയോട് ഉടമ്പടി ചെയ്ത് ഈ ഭൂപ്പരപ്പിൽ 1000 ദിവസം ജീവിക്കുന്നതിനേക്കാളും ഒറ്റ ദിവസമേ ജീവിച്ചുള്ളെങ്കിലും വിശുദ്ധനായി ജീവിച്ച് അവസാനിക്കാൻ കഴിഞ്ഞാൽ നമ്മളാണ് ഭാഗ്യമുള്ളവര്, നമ്മളാണ് അനുഗ്രഹിക്കപ്പെട്ടവര്. നമ്മെ പോലെ ധന്യതയുള്ളവർ മറ്റാരുമില്ല എന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുവാൻ ദൈവമക്കളെ നമുക്കിടയായി തീരട്ടെ. എന്ത് വില കൊടുത്തു? ജീവനെങ്കിൽ ജീവൻ വെച്ച് ഞാൻ പ്രമാണത്തിന് വേണ്ടി നിൽക്കുമെന്ന്, വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുമെന്ന് കർത്താവിന്റെ കാഹളം ധ്വനിക്കുന്ന ദിവസത്തിൽ എനിക്ക് അവനോടുകൂടെ കാണപ്പെടേണ്ടതിനു വേണ്ടി എന്റെ ജഡത്തിലെ, എന്റെ ആത്മാവിലെ കന്മശങ്ങളെ നീക്കി ഞാൻ എന്നെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കുമെന്ന് അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിനോട് പറയുന്ന ഒരു വാക്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 2 തീമോത്തി 2-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം, ഇവയെ വിട്ടകന്ന് തന്നെ താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവും നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായിരിക്കും. ദൈവം ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി അഭിഷക്ത ഗണങ്ങൾ ഈ രാത്രി ഇവിടെ ഇരിക്കുന്നുണ്ട്. ദൈവം ഒരുത്തനെ ഉപയോഗിക്കുന്നത് അവന്റെ കഴിവ് കൊണ്ടല്ല, അവന്റെ യോഗ്യത കൊണ്ടല്ല. അവൻ വിശുദ്ധീകരിക്കപ്പെട്ട ഒരു പാത്രമാണെങ്കിൽ ആ പാത്രത്തെ ഉപയോഗിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. കർത്താവിന്റെ വരവ് താമസിച്ചാൽ ഈ കാലഘട്ടത്തിൽ ദൈവത്തിനു വേണ്ടി ഉപയോഗിക്കപ്പെടേണ്ട വലിയൊരു കൂട്ടം ഈ രാത്രി വചനത്തിന്റെ മുമ്പിലായിരിക്കുന്നുണ്ട്. ദൈവത്തിനു വേണ്ടി വിശുദ്ധീകരിക്കപ്പെട്ട പാത്രങ്ങളായി, അവന് പ്രയോജനമുള്ളവരായി, ഉപയോഗമുള്ളവരായി നമുക്ക് ജീവിക്കാം. സർവശക്തനായ ദൈവം ഈ വചനങ്ങളാൽ നമ്മെ ഓരോരുത്തരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.